ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മഴ മാത്രമല്ല, ഈ ഘട്ടത്തിൽ വലിയ കാറ്റും ഉണ്ട്. നേരത്തെ ഇന്ന് രാവിലെ മുതൽ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഴ എന്ന് പറയാവുന്നതില്ലായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് കുറച്ച് ശക്തമായിട്ടുള്ള മഴയുമായിരുന്നു. പക്ഷേ അത് ആളുകൾക്ക് നിൽക്കാവുന്ന ഒരു നിലയായിരുന്നു. പക്ഷേ ഇത് അതിശക്തമായുള്ള കാറ്റോട് കൂടിയുള്ള മഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മരത്തിന് താഴെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ക്യാമറയും അവിടെയാണുള്ളത്. അപകട സാധ്യതയൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപകട സാധ്യതയൊന്നുമില്ല. എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയാണ്. ഇപ്പോൾ റെഡ് വോളണ്ടിയർമാർ തന്നെയും അങ്ങോട്ടേക്ക് പുറത്തുള്ള ആളുകളെ അകത്തേക്ക് കയറിയിട്ട് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഒരു അർത്ഥത്തിൽ ആളുകളെ കാണുമ്പോൾ വലിയ വിഷമം തോന്നും. കാരണം രാവിലെ മുതൽ ഞാനിവിടെ വന്നിട്ട് ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആളുകൾ മഴയത്ത് നിന്ന് നനയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ രാവിലെ മുതൽ വന്നതാണല്ലോ, ഏതാണ്ട് 3 മണി 4 മണിക്കൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന സങ്കടം. മഴ നനഞ്ഞ് ഇത്രയും നേരം നിൽക്കുകയാണല്ലോ, 2 കാലിലിങ്ങനെ നിൽക്കുകയാണ്. ഇരിക്കാനൊന്നും സ്ഥലമില്ല ഇതല്ല. പക്ഷേ അവരിപ്പോൾ ഇവിടെ ഈ ഇത്രയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ഇത്രമാത്രം പ്രിയങ്കരനാവുന്നത് എന്ന് നമുക്കെല്ലാം ഉത്തരം അറിയാമായിരുന്നിട്ടും ആ ചോദ്യം ഞാൻ വരുന്നിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നിടത്തെല്ലാം ആളുകളോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പ്രിയങ്കരൻ എന്നാണ്. അതിന് അദ്ദേഹം അത്രയും വലിയ ആളല്ലേ, അദ്ദേഹമല്ലേ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ എന്നൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് അമ്പരന്ന് പോകും. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്താ മറുപടി പറയേണ്ടത് എന്ന് ആളുകൾക്ക് അറിയില്ല. അതായത് എന്തുകൊണ്ടാണ് VS നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളായിരിക്കുന്നത് എന്നത് അവർക്ക് 1-2 വാചകങ്ങളിൽ ഉത്തരം പറഞ്ഞു തരാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. പക്ഷേ പിന്നീട് നമ്മൾ വാചകങ്ങൾ ഉപയോഗിച്ചാണ് അവരും അത് പറഞ്ഞു തരിക. വിപ്ലവ സൂര്യനല്ലേ, നമ്മുടെ നാടിനെ ഉണ്ടാക്കി സൃഷ്ടിച്ച ആളല്ലേ എന്നൊക്കെ ആളുകൾ പറയും. ചില പ്രാദേശിക നേതാക്കളെ നന്നായി സംസാരിക്കുന്ന ആളുകൾ വിശദമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയും. ചില ആളുകൾ വിതുമ്പും, ചില ആളുകളുടെ ശബ്ദം പോവും, ചില ആളുകൾ പറയാനെന്തോ ശ്രമിച്ചിട്ടില്ല, എനിക്കൊന്നും പറയാനാവുന്നില്ല എന്ന് പറഞ്ഞ് ക്യാമറ കോണിൽ നിന്ന് മാറിക്കളയും. ഇങ്ങനെ വല്ലാത്ത അനുഭവങ്ങളാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്ന നിലയിൽ നമ്മളെല്ലാവരും അനുഭവിച്ചത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും പല ചാനലുകളിൽ നിന്നായിട്ട് കാണുന്നത് അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഘട്ടത്തിലും ഇത്ര കനത്ത മഴയിലും ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര മണിക്കൂറാണ്? 9 മണിക്ക്, രാവിലെ 9 മണിക്ക് ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം എത്തിച്ചേരും എന്ന് ആണ് ദേശാഭിമാനി എഴുതിയത്. 9 മണിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും 9 മണിക്ക് എന്ന നിശ്ചയം തീരുമാനം എടുക്കുമ്പോൾ CPM നേതൃത്വം 9 മണിയിൽ നിന്ന് ഒരു 12 മണി വരെ പോയേക്കാം എന്നവർ നിശ്ചയമായിട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ പക്ഷേ 4 മണിയോടടുത്തു. 4 മണിയായിട്ട് പോലും ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. പുറത്തുള്ള ആളുകൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. അതായത് ഇതിന് 2 ഗേറ്റുകളുണ്ട്. മെയിൻ ഗേറ്റ് നമ്മൾ കാണുന്നിടത്ത് ഉള്ളതാണ് വലിയ ഗേറ്റ്. ഇതിനപ്പുറത്തൊരു ചെറിയ ഗേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ നിശ്ചയിച്ചിരിക്കുന്നത് ആളുകളെ അതുവഴി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അതുവഴി പിന്നിലെ ഗേറ്റിലൂടെ പുറത്തേക്ക് വിടുക എന്നതായിരിക്കും. അകത്ത് കടക്കാനൊരു ഗേറ്റും പുറത്ത് പോകാനൊരു ഗേറ്റും എന്നതൊക്കെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് അകത്ത് കടക്കേണ്ടുന്ന ആളുകളെ കടത്തി തുടങ്ങിയിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ സാഹചര്യം. എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് നേരം കൂടെ കഴിഞ്ഞാലേ ഉള്ളൂ. അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകളുണ്ട്. CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്. BJP-യുടെ നേതാക്കൾ ഉണ്ട്. എല്ലാ പാർട്ടികളുടെയും നേതാക്കളുണ്ട്. കുറച്ച് ആളുകൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പിന്നെ ഈ CPM-ൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളും എല്ലാം തന്നെ ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായുള്ള ഏറ്റവും പ്രായം കുറഞ്ഞവരുടെ വർഗ ബഹുജന സംഘടനയായിട്ടുള്ള ഈ SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിനകത്തുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട CPM നേതാക്കളെല്ലാം ഇതിനകം അകത്തുണ്ട്. അവരുടെ ഈ അന്ത്യ ദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം വേണം ഈ സാധാരണക്കാരനായുള്ള ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ. അവർ കടത്തിവിട്ട് വേണം ഇങ്ങ് കറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ ഗേറ്റിലൂടെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് ഇതിനെ ഇപ്പോഴും എപ്പോഴാണിത് നടക്കുക, എപ്പോഴാണ് കടക്കുക എന്ന കാര്യം മന്ത്രി VN വാസവൻ ഇങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പോവുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം തിരിച്ചു പോവുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ ഒരു ചടങ്ങ് കഴിഞ്ഞ് ആളുകൾ പോവുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും ഈ ഗേറ്റ് തുറക്കേണ്ടതുണ്ട്. ആളുകളുടെ വലിയ കൂട്ടമാണ്. എങ്ങനെ പോകുമെന്ന് അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. ഗേറ്റിന് മുന്നിൽ നിന്ന് നമ്മൾ കാണുന്നത് അത് ഇപ്പോൾ ആൾക്കൂട്ടം മാത്രമല്ല, VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുവന്ന ആ വലിയ ബസ്സും ഇതിന് ഗേറ്റിന് മുന്നിൽ തന്നെയുണ്ട്. നമുക്കത് കാണാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മന്ത്രിക്കാണെങ്കിലും അങ്ങോട്ടേക്ക് ഇപ്പോൾ കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അത്രയും വലിയ ആൾക്കൂട്ടമുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരിക്കുമല്ലോ ഈ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ. ഇപ്പോൾ ഒരല്പം മഴ പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് ആരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചില്ല എന്നല്ല. പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ആൾക്കൂട്ടം, മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ശരിയല്ല, കാരണം അവരത് മാനേജ് ചെയ്ത് നിർത്തുകയാണ്. പക്ഷേ നേരത്തെ ആ ഗേറ്റ് തുറന്ന ആളുകൾ അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് ഒന്നൊരു ആശങ്കയുണ്ടായി എന്നത് വസ്തുതയാണ്. ഇവിടെ നിന്ന് ഇത്രയും നേരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിമിഷമായിരുന്നു. ആ ഗേറ്റ് അടർന്നിങ്ങ് പോരുമോ
ആളുകൾ അതിനകത്ത് ഒന്ന് രണ്ട് ആളുകൾ ചെറുതായിട്ട് താഴെ തെന്നി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ നേതാക്കൾക്കും വോളണ്ടിയേഴ്സിനും കഴിഞ്ഞു. മാനേജ് ചെയ്യാൻ അവർക്ക് സാധിച്ചതിൻ്റെ മാത്രമല്ല, അവിടെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ ഒരല്പം സംയമനം പാലിച്ച് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. വളരെ മണിക്കൂറുകളായിട്ട് ഗേറ്റോട് ചേർന്ന് താങ്ങി നിന്നിരുന്ന ആളുകൾ ഏതായാലും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതായത് അവരാണിപ്പോൾ മുന്നിൽ കയറിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇവർ ഇത്രയും മണിക്കൂറുകളായിട്ട് ഇവിടെ നിൽക്കുകയാണല്ലോ, അവരുടെ ഊർജ്ജത്തിന് കുറവ് വന്നിട്ടുണ്ടാകുമല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അവരുടെ അതിശക്തമായിട്ട് അങ്ങേയറ്റം വലിയ ഊർജ്ജത്തിൻ്റെ ഏറ്റവും വലിയ കണികയും വലിച്ചെടുത്തിട്ട് മുദ്രാവാക്യം മുഴങ്ങുന്ന ഈ പ്രവർത്തകരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതൊക്കെ അദ്ദേഹത്തിന് വി.എസ്. അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ CPM-ൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെതായിരുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്ന ഇപ്പോൾ CPI ആയി പ്രവർത്തിക്കുന്ന CPI എന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം, മറ്റ് നേതാക്കൾ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാവരും അകത്ത് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്ത് ആൾക്കൂട്ടം അക്ഷമയോടെ എന്നാൽ സ്വയം നിയന്ത്രിച്ച് കാത്തു നിൽക്കുകയുമാണ്. അതിശക്തമായുള്ള മഴയാണ് ഒരൽപ്പം മുമ്പ് പെയ്തത്. ആ മഴ പെയ്ത് തോർന്നിട്ടില്ല. വി.എസ്. അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴാണ് മഴ കനത്ത് പെയ്തത് എന്ന് ഞാൻ ഓർക്കുന്നു. അത് കൃത്യസമയമായിരുന്നു. അങ്ങനെ ഗേറ്റ് കടക്കുമ്പോഴാണ് അതിന് മുകളിലേക്ക് അതിശക്തമായിട്ട് മഴത്തുള്ളികൾ തന്നെ വീണത്. ആ മഴയ്ക്കകത്തും പക്ഷേ അതിനകം ആളുകൾ അകത്തേക്ക് വന്നിരുന്നെങ്കിലും ബാക്കിയുള്ള ആളുകൾ അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. ഇവരെല്ലാവരും ഈ ഗേറ്റിലേക്ക് തന്നെ വന്ന് പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ അത് സാധിക്കുന്ന സാഹചര്യമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. Get them!